മലയാള സിനിമയിലെ തിരക്കഥാകൃത്തുകളിൽ പ്രധാനിയാണ് എസ്.എൻ. സ്വാമി. അദ്ദേഹം തിരക്കഥയൊരുക്കിയ മിക്ക സിനിമകളും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. 1988 അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു മൂന്നാം മുറ. അലി ഇമ്രാൻ എന്ന പോലീസ് ഓഫീസറായി മോഹൻലാൽ നായകനായ ചിത്രമായിരുന്നു ഇത്. കെ. മധു സംവിധാനം ചെയ്ത മൂന്നാം മുറ ആ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. ചിത്രത്തിൽ മോഹൻലാലിന് പുറമെ സുരേഷ് ഗോപി, ലാലു അലക്സ്, രേവതി, മുകേഷ് എന്നിവരും പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. ചിത്രത്തിന്റെ ഒറിജിനൽ ക്ലൈമാക്സ് കാണിക്കാൻ സെൻസർ ബോർഡ് സമ്മതിച്ചില്ലായിരുന്നുവെന്ന് പറയുകയാണ് എസ്.എൻ. സ്വാമി. അത് ഉണ്ടായിരുന്നെങ്കിൽ തിയേറ്ററിലൊക്കെ ചിലപ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടായേനെ എന്നും അലി ഇമ്രാൻ എന്ന കഥാപാത്രത്തിന് ഒരു ക്രെഡിറ്റും ഇല്ലാത്തതായിരുന്നു ആ ക്ലൈമാക്സ് എന്നും എസ്.എൻ. സ്വാമി പറഞ്ഞു. മോഹൻലാലിന്റെ അമ്മ സിനിമയുടെ പ്രിവ്യൂ കണ്ടിരുന്നുവെന്നും അദ്ദേഹം ഓൺ ലൂക്കസ് മീഡിയയോട് പറഞ്ഞു. മൂന്നാം മുറ ഒരു ചിന്തയിൽ നിന്നുണ്ടായ സിനിമയാണ്. അതിന്റെ ഒറിജിനൽ ക്ലൈമാക്സ് ഒന്നും കിട്ടിയില്ല. സെൻസർ ബോർഡ് ആ ക്ലൈമാക്സിന് സമ്മതിച്ചില്ല. ആ ക്ലൈമാക്സ് ഉണ്ടായിരുന്നുവെങ്കിൽ തിയേറ്ററുകളൊക്കെ പ്രശ്നം വേറെയായനെ. ശരിക്കും മൂന്നാം മുറയുടെ ക്ലൈമാക്സ് അവസാനം സുകുമാരന്റെ പോലീസ് കഥാപാത്രം ക്രെഡിറ്റ് എടുക്കുന്നതാണ്. അലി ഇമ്രാൻ എന്ന കഥാപാത്രത്തിന് അവസാനം ഒരു ക്രെഡിറ്റും ഉണ്ടാവില്ല. പത്രങ്ങളിലൊക്കെ സുകുമാരന്റെ ഫോട്ടോ വെക്കും. ഈ ലോകത്ത് രണ്ടെണ്ണം ഒരിക്കലും നേരെയാവില്ല. ഒന്ന് പട്ടിയുടെ വാലും പിന്നെ പോലീസുമെന്ന് പറഞ്ഞ് അലി ഇമ്രാന്റെ കഥാപാത്രം ഇറങ്ങിപ്പോകുന്നതാണ് ശരിക്കുമുള്ള ക്ലൈമാക്സ്. സാധാരണ ലാൽ സാറിന്റെ അമ്മ ഒരു സിനിമയും കാണാറില്ല. പക്ഷേ ഈ പടത്തിന്റെ പ്രിവ്യൂ കാണാൻ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞത് ഒരു കാരണവശാലും ആ സീൻ വിട്ടുകൊടുക്കരുതേ എന്നായിരുന്നു. അവർ അങ്ങനെ പറയേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. പക്ഷെ ആ ക്ലൈമാക്സ് ഒഴിവാക്കേണ്ടി വന്നു, എസ്.എൻ. സ്വാമി പറഞ്ഞു.